ഓം ശാന്തി. 4/10/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്രത്തോളം ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുവോ അത്രയും ആശീർവാദം ലഭിക്കും. പാപം നശിച്ചുകൊണ്ടിരിക്കും. ബാബ തന്നിട്ടുള്ള ഈ ജ്ഞാനത്തിൻ്റെ മുഴുവൻ സാരം എന്ന് പറയുന്നത് ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. ബാബയുടെ ഓർമ്മയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബാബ ഈ സൃഷ്ടി വൃക്ഷത്തിൻ്റെ തന്നെ ബീജമാണ്. അങ്ങനെയുള്ള ബീജത്തെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മളും മാസ്റ്റർ ബീജം ആയിത്തീരുന്നു. നമ്മളുടെ കർമ്മം ശുദ്ധമാകുന്നു. നമ്മൾക്ക് ഈ ജ്ഞാനത്തിൻ്റെ എല്ലാ രഹസ്യവും മനസ്സിലാകുന്നു. ധാരണ സഹജമാകുന്നു. ഇന്ന് ബാബ പറയുന്നു, ഇങ്ങനെ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ആശീർവാദവും ലഭിക്കുന്നു, പാപവും നശിക്കുന്നു. ആശീർവാദം ലഭിക്കുന്നത് ഭാവിയിലേക്കാണ്. അത് നമ്മുടെ കർമ്മം നല്ലതാകുന്നതുകൊണ്ടാണ് ലഭിക്കുന്നത്. പാപം നശിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞകാല പാപം നശിക്കുന്നു എന്നാണ്. അതായത് ആത്മാവ് ശുദ്ധമാകുകയും ചെയ്യുന്നു, എന്നാൽ പുണ്യം ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. ആദ്യ ചോദ്യം, ബാബ കുട്ടികളോട് ഏത് ധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്? ഉത്തരം, ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ വിചിത്രതയുടെ ധർമ്മത്തിൽ സ്ഥിതി ചെയ്യൂ, ചിത്രത്തിൻ്റെ ധർമ്മത്തിൽ അല്ല. ഏതുപോലെ ബാബ വിദേഹിയാണ്, വിചിത്രനാണ്, ഇതുപോലെ കുട്ടികളും വിചിത്രനാണ്. പിന്നെ ഈ ചിത്രത്തിലേക്ക്, അതായത് ശരീരത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, കുട്ടികളെ, വിചിത്രരാകൂ, തൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യൂ, ദേഹാഭിമാനത്തിൽ വരരുത്. ധർമ്മം എന്നാൽ ആത്മാവിൻ്റെ ക്വാളിറ്റിയാണ്. ആത്മാവിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നാം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഏതുപോലെ ബാബ വിചിത്രനാണ്, അതായത് ചിത്രത്തിന് ഉപരിയാണ്, ശരീരത്തിന് ഉപരിയാണ്. അതുപോലെ നമ്മൾ ആത്മാക്കളും വിചിത്രരാണ്. പരംധാമത്തിൽ ആത്മരൂപത്തിലായിരുന്നു ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്ന് പാർട്ട് അഭിനയിക്കുന്നതിനായി നമ്മൾ ശരീരം ധാരണ ചെയ്തതാണ്. ഈ ശരീരമെന്നത് നമ്മൾക്ക് ഉപയോഗിക്കാൻ ലഭിച്ചതാണ്. നമ്മൾ ശരീരമല്ല, നമ്മൾ വിചിത്രമായ ആത്മാവാണ്, വിദേഹിയായ ആത്മാവാണ്. ഈ ഒരു സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിനാണ് ബാബ നിർദ്ദേശം തരുന്നത്. ബാബ മുന്നറിയിപ്പും തരുന്നു, നമ്മൾ ശരീരബോധത്തിലേക്ക് വരരുത്. ശരീരബോധം എന്നത് പരധർമ്മമാണ്. പരധർമ്മമല്ല, സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം. രണ്ടാം ചോദ്യം, ഭഗവാനും ഈ ഡ്രാമയ്ക്കനുസരിച്ച് ഏത് കാര്യത്തിൽ ബന്ധിതനാണ്? ഉത്തരം, ഡ്രാമയനുസരിച്ച് കുട്ടികളെ പതീതത്തിൽ നിന്ന് പാവനമാക്കുന്നതിന് ഭഗവാനും ബന്ധിതനാണ്. ബാബയ്ക്ക് ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ വരേണ്ടി തന്നെ വരുന്നു. നമ്മൾ ആത്മാക്കളെല്ലാം ഈ ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ടു പോകുന്നവരാണ്. ഈ ഡ്രാമയുടെ പ്ലാൻ ഓരോ ആത്മാവിലും അടങ്ങിയിരിക്കുന്നു. എന്ത് പാർട്ടാണ് അഭിനയിക്കേണ്ടത് എന്നത് ആത്മാവിൽ തന്നെയുണ്ട്. എന്നാൽ ബാബ പറയുന്നു, ബാബയും ഈ ഡ്രാമയിൽ ബന്ധിതനാണ്. ബാബയുടെ പാർട്ടാണ് പതീത ആത്മാക്കളെ പാവനമാക്കി മാറ്റുക എന്നത്. ഈ ഒരു സേവനത്തിനായി ബാബയും ഈ ഡ്രാമയിൽ പാർട്ട് അഭിനയിക്കുന്നു. ഇത് ഏറ്റവും ഉയർന്ന പാർട്ടായതിനാൽ ബാബയെ പ്രിൻസിപ്പൽ ആക്ടർ, മുഖ്യ അഭിനേതാവ് എന്നും പറയുന്നു. ബാബ വരുന്നത് പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ അവസാനവും സത്യയുഗത്തിൻ്റെ ആദിയുമായിട്ടുള്ള ഈ സംഗമയുഗത്തിലാണ് ആത്മാക്കൾ ഓരോരുത്തരും ഉത്തമരായി മാറുന്നത്. അങ്ങനെയുള്ള ഈ സമയത്താണ് ബാബയ്ക്ക്
ഈ ബൃഹത് നാടകത്തിൽ പാർട്ടുള്ളത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ ആത്മീയ പഠിത്തം വളരെ ഉയർന്നതും ബുദ്ധിമുട്ടുള്ളതുമാണ്. ഇതിൽ പാസ്സാകുന്നതിന് ബാബയുടെ ഓർമ്മയിലൂടെ ആശീർവാദം എടുക്കണം. തൻ്റെ ക്യാരക്ടേഴ്സ് മെച്ചപ്പെടുത്തണം. 2. ഇപ്പോൾ ഒരു ഇല്ലീഗൽ കർമ്മവും ചെയ്യരുത്. വിചിത്രരായി തൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം. വിചിത്രനായ ബാബ തരുന്ന ലീഗൽ നിർദ്ദേശമനുസരിച്ച് നടക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ പഠിത്തം വളരെ ഉയർന്നതാണ്. ഉയർന്നതാകുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ളതും ആകുന്നു. ഏതുപോലെ പർവ്വതത്തിൽ കയറുന്നത് കാണുമ്പോൾ രസകരമായി തോന്നുന്നു, എന്നാൽ അത് കയറുന്നതിന് ധാരാളം കാര്യങ്ങൾ ഉണ്ട്. അവയെല്ലാം നോക്കി വേണം ചെയ്യേണ്ടത്. അതുപോലെ ഈ ജ്ഞാനവും വളരെ ഉയർന്നതാണ്. എന്നാൽ അതിനനുസരിച്ച് എല്ലാ കാര്യവും മനസ്സിലാക്കേണ്ടതുമാണ്. ഈ കാരണത്താൽ ഈ പഠിത്തത്തിൽ പാസ്സാകുന്നതിന് ബാബയുടെ ഓർമ്മ അത്യാവശ്യമാണ്. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ജ്ഞാനസാഗരനായ ബാബ സ്വയം തരുന്ന ഈ ജ്ഞാനം നമ്മൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിയും തരുന്നു. അതിനെ ആശീർവാദമെന്ന് പറയുന്നു. ബാബയുടെ ഓർമ്മയിലൂടെയാണ് ജ്ഞാനം മനസ്സിലാക്കാനുള്ള ബുദ്ധി ലഭിക്കുന്നത്. ഈ ആശീർവാദം എടുക്കണം. ഇതിനോടൊപ്പം ബാബ പറയുന്നു, ക്യാരക്ടേഴ്സ് മെച്ചപ്പെടുത്തണം. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വമാണ്. അതിൽ നമ്മുടെ ചിന്താഗതി, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആചാരവിചാരം ഇവയെല്ലാം ഉൾപ്പെടുന്നു. എല്ലാത്തിലും നാം ഉത്തമ ക്വാളിറ്റി കൊണ്ടുവരണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരു തെറ്റായ നിയമവിരുദ്ധമായ കാര്യവും ചെയ്യരുത്. നമ്മൾ ആത്മാക്കൾ ബാബയുടെ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ്. നമ്മുടെ അച്ഛനും അമ്മയും സ്വയം ബാബയാണ്. അങ്ങനെയുള്ള ബാബ എന്ത് നിർദ്ദേശം തരുന്നുവോ ആ നിർദ്ദേശമാണ് നമ്മൾക്കുള്ള നിയമപരമായ നിർദ്ദേശം. ആ നിർദ്ദേശത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം. ഏതുപോലെ ബാബ വിദേഹിയാണോ വിചിത്രനാണോ അതിന് സമാനം നമ്മൾ ആത്മാക്കളും വിചിത്രമാകണം, വിദേഹിയുമാകണം. വരദാനം: ബാബയുടെ കൂട്ടുകെട്ടിലൂടെ പവിത്രതയാകുന്ന സ്വധർമ്മം സഹജമായി പാലിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. ആത്മാവിൻ്റെ സ്വധർമ്മം പവിത്രതയാണ്. അപവിത്രത പരധർമ്മമാണ്. സ്വധർമ്മത്തിൽ നിശ്ചയം വന്നു എങ്കിൽ പരധർമ്മത്തിന് ഇളക്കാൻ സാധിക്കില്ല. ബാബ എന്താണോ എങ്ങനെയാണോ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഒപ്പം വയ്ക്കുകയാണെങ്കിൽ പവിത്രതയാകുന്ന സ്വധർമ്മം ധാരണ ചെയ്യുന്നത് വളരെ സഹജമാകുന്നു. എന്തുകൊണ്ടെന്നാൽ കൂട്ടുകാരൻ സർവശക്തിവാനാണ്. സർവശക്തിവാന്റെ കുട്ടികൾ മാസ്റ്റർ സർവശക്തിവാന്റെ മുന്നിൽ അപവിത്രതയ്ക്ക് വരാൻ സാധ്യമല്ല. സങ്കല്പത്തിൽ പോലും മായ വരുന്നുവെങ്കിൽ തീർച്ചയായും ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. അതായത് നിശ്ചയത്തിൽ കുറവുണ്ട്. ആത്മാവിൻ്റെ സ്വധർമ്മമെന്നത് പവിത്രതയാണ്. അപവിത്രത പരധർമ്മമാണ്. എപ്പോൾ ഈ കാര്യത്തിൽ നിശ്ചയമുണ്ടാകുന്നു, പിന്നെ പരധർമ്മത്തിന് നമ്മുടെ നിശ്ചയം ഇളക്കാൻ സാധ്യമല്ല. ഒപ്പം നമ്മൾ മാസ്റ്റർ സർവശക്തിവാനാണ്. സർവശക്തിവാനായ ബാബയുടെ കുട്ടികളാണ്. അങ്ങനെയുള്ള മാസ്റ്റർ സർവശക്തിവാന്റെ മുന്നിൽ അപവിത്രതയ്ക്ക് വരിക സാധ്യമല്ല. ഏതെങ്കിലും തരത്തിൽ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ അപവിത്രത വരികയാണെങ്കിൽ തീർച്ചയായും നിശ്ചയത്തിൽ കുറവുണ്ട്. അതുകൊണ്ടാണ് അപവിത്രത വരുന്നത്. സ്ലോഗൻ: ത്രികാലദർശി ഒരു കാര്യത്തിൻ്റെയും ഒരു കാലത്തിൻ്റെ മാത്രം ദൃഷ്ടി കൊണ്ട് നോക്കുന്നില്ല, എല്ലാ കാര്യത്തിലും മംഗളമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു.
ത്രികാലദർശി എന്നാൽ എല്ലാ കാര്യങ്ങളിലും മംഗളം കാണുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ ബാബ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഡ്രാമ മംഗളകാരിയാണ്. ബാബയുടെ കുട്ടികളായ നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അതിൽ മംഗളം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇതിനാൽ ഈ ദൃഷ്ടിയോടെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും മംഗളം അടങ്ങിയിട്ടുള്ളതായി കാണാം. ഓം ശാന്തി.